നമസ്കാരം. 2 ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിനു ശേഷം മോദി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റഷ്യയുടെ പരമോന്നത ബഹുമതി സമ്മാനിച്ച റഷ്യൻ പ്രസിഡന്റ് പുടിൻ. ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ബഹുമതിയാണ് മോദിക്ക് സമ്മാനിച്ചത്. തനിക്ക് ലഭിച്ച ബഹുമതി ഭാരതത്തിനുള്ള അംഗീകാരമെന്ന് നരേന്ദ്രമോദി ബഹുമതി ഏറ്റുവാങ്ങിക്കൊണ്ട് വ്യക്തമാക്കി. 2 ദിവസത്തിന്റെ സന്ദർശനത്തിനു ശേഷം നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലേക്ക് എത്തി. വിയന്ന വിമാനത്താവളത്തിലെത്തിയ മോദിയെ ഓസ്ട്രിയൻ വിദേശകാര്യമന്ത്രി അലക്സാണ്ടർ ഷെല്ലൻബർഗ് സ്വാഗതം ചെയ്തു. 41 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നത്. 1983 ഇന്ദിരാഗാന്ധിയാണ് അവസാനമായി രാജ്യം സന്ദർശിച്ചത്. അതിനുശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും ഓസ്ട്രിയയിൽ സന്ദർശനം നടത്തിയിട്ടില്ല. ഓസ്ട്രിയൻ ചാൻസലർ കോൾ നെഹാമറും ഇന്ത്യൻ സമൂഹമായും കൂടിക്കാഴ്ച നടത്തുമെന്ന് സന്ദർശനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഓസ്ട്രിയൻ പ്രതിനിധികളുമായി ഉന്നതതല ചർച്ചകൾ നടക്കുന്നുണ്ട്. ഓസ്ട്രിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വാട്ടൻ ബെല്ലനുമായി ഉഭയകക്ഷി ചർച്ചകൾ നടന്നു വരുന്നതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ വിവിധ കരാറുകളിൽ ഒപ്പുവെക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നതിന്റെ ഭാഗമാണ് ഈ സന്ദർശനമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഏകദിന സന്ദർശനത്തിനായി ഓസ്ട്രേലിയയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വന്ദേ ഭാരതം ആലപിച്ച് സ്വാഗതം ചെയ്ത് ഓസ്ട്രിയൻ കലാകാരന്മാർ. വിയന്നയിലെ റിറ്റ്സ് കാർട്ടൺ ഹോട്ടലിലാണ് പ്രധാനമന്ത്രിയെ വന്ദേ മാതരം ആലപിച്ച് ഗായിക സംഘം വരവേറ്റത്. ഗാനം ശ്രവിച്ചുകൊണ്ട് അഭിമാനത്തിന്റെയും ആദരത്തിന്റെയും തലയെടുപ്പോടെയാണ് പ്രധാനമന്ത്രി പൊതുവേദിയിലെത്തിയത്. വലിയൊരു ഗായക സംഘമാണ് പ്രധാനമന്ത്രിക്കായും ഭാരതത്തിലെ 140 കോടി ജനങ്ങൾക്കുമുള്ള സമർപ്പണാർത്ഥം വന്ദേ മാതരം ആലപിച്ചത്. 41 വർഷത്തിന് ശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രേലിയയിലേക്ക് എത്തുന്നത് എന്ന പ്രത്യേകതയും ഈ സന്ദർശനത്തിനുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നതിന്റെ വളരെയധികം സന്തോഷമുണ്ടെന്ന് ഓസ്ട്രേലിയ ചാൻസലർ നെഹമൻ എക്സിൽ കുറിച്ചു.